നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും വിശദാംശങ്ങളും അനുദിനം കൂടുതൽ പുറത്തു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പുതുതായി ആരാണ് ഡി മണി എന്നൊരു സംശയം ഇപ്പോൾ ആളുകൾ ഉന്നയിക്കാൻ തുടങ്ങുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പങ്കുവഹിച്ച ഒരു വ്യക്തിയാണ് ഡി മണി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതോടൊപ്പം തന്നെ ശങ്കർദാസും വിജയകുമാറും മുൻ ദേവസ്വം ബോർഡ് മെമ്പർമാരാണ്. ഇവർ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിക്കുന്ന സാഹചര്യമുണ്ടായി. പത്മകുമാറും വാസുവും മുരാരിബാബുവും ഉൾപ്പെടുന്ന ആളുകൾ ഇപ്പോഴും ജയിലരിക്കുള്ളിൽ തന്നെയാണ്. കേരളം ഞെട്ടിയ ക്ഷേത്ര കുംഭകോണങ്ങളിലൊന്നായ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇനി SITയുടെ നിലപാടെന്താണ്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിനൊടുവിൽ വമ്പൻ സ്രാവുകളെ പിടിയിലാക്കാൻ കഴിയുമോ? CBI വന്നാൽ നേരറിയുമോ എന്ന ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കേരളീയ സമൂഹം. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സർക്കാർ പൂർണ്ണമായും ഉൾവലിഞ്ഞിരിക്കുന്ന സാഹചര്യമാണുള്ളത്. CPMന്റെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ അതിദയനീയമായ തോൽവിക്ക് കാരണങ്ങളിൽ നിന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. തോൽവിയിൽ നിന്നും പാഠം പഠിക്കാതെ വീണ്ടും വീണ്ടും ശബരിമലയിലെ സ്വർണം കട്ട കള്ളന്മാരെ സംരക്ഷിക്കാനാണ് CPM ശ്രമിക്കുന്നെങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിലും വലിയ തോൽവിയായിരിക്കും CPMനെ കാത്തുവെക്കുന്നത് എന്നാണ് അണികളടക്കമുള്ളവർ ഇപ്പോൾ പരസ്യമായി പറയുന്നത്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ EDയും ഒരു ഭാഗത്ത്, മറുഭാഗത്ത് CBIയും കുരുക്കുമുറുക്കുമ്പോൾ ആർക്കനുകൂലമായി ഒരു തീരുമാനം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. എന്തായാലും വമ്പൻ സ്രാവുകൾ ഉൾപ്പെടെയുള്ളവർ ജയിലഴിക്കുള്ളിലേക്ക് പോകുമോ? ശബരിമല സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ഉന്നതരുടെ പേരുകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമോ? ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘവും അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ CBIയോ വിളിപ്പിക്കുമെന്നതെല്ലാം കണ്ടറിയേണ്ട കാര്യമാണ്. ശബരിമലയിൽ കലങ്ങി മറിയുകയാണ് കേരള രാഷ്ട്രീയം. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള കേരളത്തിലെ നേതാക്കന്മാരിൽ പലരും പല ആരോപണങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. ഈ ആരോപണങ്ങളെല്ലാം തെളിയിക്കേണ്ട ഉത്തരവാദിത്തം അന്വേഷണ സംഘത്തിനാണ്. പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈയിലെത്തി ആരെയൊക്കെയോ മൊഴിയെടുക്കാൻ എന്നാണ് പറയുന്നത്. ഡി മണി ആരാണ്, എന്താണ്, ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായുള്ള ബന്ധം എന്താണ്, അതോടൊപ്പം തന്നെ ചെന്നൈയിലെ ഭണ്ഡാരിക്ക് ഏത് തരത്തിലുള്ള ബന്ധമാണ് ഉന്നത നേതാക്കന്മാരുമായി ഉള്ളത്, ആരെല്ലാമാണ് സ്വർണ്ണക്കൊള്ളയിൽ പങ്കുപറ്റിയത്, എല്ലാം വിശദമായ അന്വേഷണത്തിലൂടെ പുറത്തു വരുമെന്ന പ്രതീക്ഷയാണ് കേരളത്തിലെ ജനങ്ങൾക്കുള്ളത്. അതല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുമ്പോൾ രാഷ്ട്രീയപരമായ ഒത്തുതീർപ്പ് അല്ലെങ്കിൽ ഒരു അട്ടിമറി അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇതിനകത്തുണ്ടാകുമോ എന്നൊരു സംശയവും കൂടി ചിലർ പങ്കുവെക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വമ്പൻ കുംഭകോണത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണം ഇനി ഏത് തരത്തിലായിരിക്കുമെന്ന് നമുക്ക് പരിശോധിക്കാം. ചേട്ടൻ പറഞ്ഞതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം ശബരിമല വിഷയത്തെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ CBIയും EDയും ഒന്നിച്ച് അന്വേഷിക്കുമ്പോൾ ഇത് ആരെയൊക്കെയാണ് വെട്ടിലാക്കുന്നത്? സർക്കാരിന് കൂടുതൽ വലിയ തിരിച്ചടികൾ ഉണ്ടാകില്ലേ? ഇനി വരുന്ന പ്രമുഖരാര് അല്ലെങ്കിൽ അറസ്റ്റിലാകാൻ പോകുന്ന പ്രമുഖരാരൊക്കെ ആയിരിക്കും? ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അല്ലെങ്കിൽ CBI കേസ് ഏറ്റെടുത്തിട്ടില്ല. CBI കേസ് ഏറ്റെടുത്താൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം ഏതു നിലയ്ക്ക് മുന്നോട്ട് പോകുമെന്നൊരു ചോദ്യമാണ് കേരളീയ സമൂഹം ഉന്നയിക്കുന്നത്. എന്തായാലും ശബരിമല കൊള്ളയിൽ സർക്കാർ പ്രതിസന്ധിയിലാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ ശങ്കർദാസും വിജയകുമാറും മുൻ ദേവസ്വം ബോർഡ് മെമ്പർമാരാണ്. CPMുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഇവർ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇനി ഡി മണി എന്നത് ആരാണ് എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ കേരളീയ സമൂഹം ഒന്നടങ്കം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വെട്ടിലായ അല്ലെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയിലായ CPM ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് കണ്ടറിയേണ്ടത്. ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ, അതായത് ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഈ കേസിനകത്ത് പ്രതിയാകുമോ? ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുമെന്നൊരു ചോദ്യം വളരെ പ്രസക്തമായി ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. എന്തായാലും അതിലേക്കൊന്നും ഇതുവരെ SIT കടന്നിട്ടില്ല. പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBIയും കേസ് ഏറ്റെടുക്കുമ്പോൾ, CBI കേസ് ഏറ്റെടുത്തില്ല, CBI കേസ് ഏറ്റെടുത്താൽ ഉന്നതരിലേക്ക് അന്വേഷണം നീളും. അതല്ലെങ്കിൽ ഒരു രാഷ്ട്രീയപരമായ അഡ്ജസ്റ്റ്മെന്റ് ഇതിലുണ്ടാകുമോ എന്നതും സംശയത്തോടു കൂടി നോക്കിക്കണ്ട ഒരു കാര്യമാണ്. കേരളത്തിലെ പല കേസുകളിലും BJPയും CPMും തമ്മിലുള്ള ഒരു അന്തർധാര നിലനിൽക്കുന്നുണ്ടെന്നും ഇവർ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സ് നിലവിലുണ്ടെന്നും നാഴികയ്ക്ക് 40 വട്ടം പ്രതിപക്ഷം പറയുമ്പോൾ ഈ കേസിന്റെ അന്വേഷണം അത്തരത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിലൂടെ കേസ് നിലയ്ക്കുമോ എന്നൊരു സംശയമാണ് പലരും പങ്കുവെക്കുന്നത്. എന്തായാലും സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ശബരിമല മോഷണവുമായി ബന്ധപ്പെട്ട നിർണായകമായ അറസ്റ്റ് ഉടൻ ചിലപ്പോൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് പ്രത്യേക അന്വേഷണ സംഘം തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം ഇപ്പോൾ നടത്തുന്നുണ്ട് എന്നാണ് ലഭ്യമായിരിക്കുന്ന വിവരം. കാരണം ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഇത് സംബന്ധിച്ച് നിർണായകമായ ഒരു ചോദ്യം ചോദിച്ചു. എന്തുകൊണ്ട് ഡിസംബർ 4 ശേഷം അന്വേഷണം നിലച്ചു? ഉന്നതർ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യാത്തത് എന്താണ് വൈകുന്നത് എന്നൊരു ചോദ്യം ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഈ കേസ് പരിഗണിക്കുന്ന ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്തുനിന്ന് ചോദിച്ച പശ്ചാത്തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്നാണ് ലഭ്യമാകുന്ന വിവരം. ആ അറസ്റ്റ് ആരുടേതായിരിക്കും? കേരള രാഷ്ട്രീയം ഞെട്ടിവിറയ്ക്കാൻ പോകുന്ന ഒരു അറസ്റ്റ് ആയിരിക്കും നടക്കാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.
എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം നിലവിൽ ഒരു അല്പം മന്ദഗതിയിലാണ് പോകുന്നെങ്കിലും ഹൈക്കോടതിയുടെ ഇടപെടലിന്റെ ഭാഗമായി വീണ്ടും SIT സടകുടഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട്. കാരണം ഈ ഉദ്യോഗസ്ഥന്മാർ ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തിൽ അലംഭാവം കാണിച്ചാൽ അവരുടെ ട്രാക്ക് റെക്കോർഡിനെ ബാധിക്കും. കാരണം കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന കേസായതിനാൽ കോടതിയുടെ പരാമർശമുണ്ടാകും. അത് അവരെ നെഗറ്റീവായി ബാധിക്കും, ദോഷകരമായി ബാധിക്കുമെന്ന ഉത്തമമായ ബോധ്യം ഈ ഉദ്യോഗസ്ഥർക്കുണ്ട്. അതുകൊണ്ട് തന്നെ SIT സടകുടഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട് എന്നതാണ് ഒരു വശത്ത് നടക്കുന്നത്. മറുഭാഗത്ത് CBI കേസെടുക്കാൻ തയ്യാറാണെന്ന് കോടതിയെ അറിയിച്ചു കഴിഞ്ഞു. ഇതുവരെ കോടതി നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ED കേസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സാമ്പത്തിക തട്ടിപ്പ് മാത്രമാണ് EDയുടെ അന്വേഷണ പരിധിയിൽ വരിക. അവിടെ CBI ഏറ്റെടുത്താൽ ഇതിന്റെ വിത്തും വേരും എല്ലാം CBI ചെയ്യും. അതോടൊപ്പം തന്നെ ഇതിന്റെ ഉന്നതരായ ആളുകളെ ഉൾപ്പെടെയുള്ളവരെ കയ്യാമം വെച്ച് തുറങ്കിലടക്കാൻ സാധിക്കും. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കടത്ത് കേസ് ഏറെ നിർണായകമായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ CPMന്റെ അടിവേര് മാന്താൻ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് സഹായിച്ചിട്ടുണ്ട്, കോൺഗ്രസിനെ സഹായിച്ചിട്ടുണ്ട് എന്നത് കൃത്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ CPM ഭയത്തിലാണ് ഇരിക്കുന്നത്. കാരണം ഇനി അറസ്റ്റിലാകാൻ പോകുന്ന നേതാവ് ആര്? പക്ഷേ ഇപ്പോഴും ഒരു കാര്യം, തെറ്റു ചെയ്തവരെ, ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്നവരെ, അയ്യപ്പന്റെ സ്വർണം കട്ട കള്ളന്മാരെ, പത്മകുമാറിനെതിരെ ഇതുവരെ ഒരു നടപടി സ്വീകരിക്കാൻ CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമായ CPMന്റെ അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ മത്സരിച്ച് ജയിച്ച MLA ആയിരുന്ന പത്മകുമാറിനെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ ഇതുവരെ CPM തയ്യാറായിട്ടില്ല. ഇപ്പോഴും പത്മകുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അത് നിലപാട് തെറ്റാണെന്ന് പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അടക്കം പറയുമ്പോൾ, തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ പറയുമ്പോൾ, തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി പറയുമ്പോൾ എന്തുകൊണ്ട് പത്മകുമാറിനെ സംരക്ഷിക്കുന്നു എന്നൊരു ചോദ്യമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CPM പ്രതിരോധത്തിൽ നിന്ന് വീണ്ടും പ്രതിരോധത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിന്റെ അന്വേഷണം EDയും CBIയും ഏറ്റെടുക്കുമ്പോൾ ഉന്നത ആളുകൾ വലയിലാകുമോ, വമ്പൻ സ്രാവുകൾ വലയിലാകുമോ, അതോ പരൽമീനുകളെ പുറത്തെടുത്തിട്ട് കൊടുത്ത വമ്പൻ സ്രാവുകൾക്ക് വീണ്ടും ആഴക്കടലിലേക്ക് ഒളിക്കാനുള്ള സൗകര്യം ഈ അന്വേഷണ ഏജൻസികൾ ചെയ്തു കൊടുക്കുമോ എന്നതാണ് കണ്ടറിയാനുള്ള ഒരു കാര്യം. അല്ല കേട്ടോ, അപ്പൊ ഒരു ചോദ്യം ഉണ്ടല്ലോ. ഇപ്പോ CPM എടുത്തിരിക്കുന്ന നിലപാട് ശരിയല്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് CPM മറിച്ചൊരു നിലപാട് എടുത്താലോ, ശബരിമലയിൽ തെറ്റ് ചെയ്തവരെ, പത്മകുമാർ അടക്കമുള്ളവരെ തള്ളി പറഞ്ഞാലോ, എങ്കിൽ അത് CPMന് ഗുണകരമാകുമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായും CPM അത്തരത്തിൽ ഒരു നിലപാട് എടുക്കുന്നതിൽ അല്ലെങ്കിൽ അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ ചിലപ്പോൾ തയ്യാറാകേണ്ടി വരും. കാരണം ഇനിയും കള്ളന്മാരെ എത്ര കാലം സംരക്ഷിക്കാൻ കഴിയുമെന്നൊരു ചോദ്യം പൊതുജനങ്ങൾ ഉന്നയിച്ചാൽ അതിന് മറുപടി പറയേണ്ട ബാധ്യത CPMനുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കൃത്യമായ നടപടി സ്വീകരിക്കാൻ, അല്ലെങ്കിൽ വ്യക്തമായ ഒരു നടപടി സ്വീകരിക്കാൻ CPM നിർബന്ധിതരാകും. അത് മാത്രമല്ല, ED ഉൾപ്പെടെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷണത്തിൽ പിടിമുറുക്കുമ്പോൾ ചിലപ്പോൾ ഇനിയും ചില ആളുകൾക്ക് ജയിലിലേക്ക് പോകേണ്ടി വരും. അല്ലെങ്കിൽ അവർ അത്തരത്തിൽ അറസ്റ്റിലാകുമ്പോൾ അവരെ മുഴുവനെയും സംരക്ഷിക്കാൻ CPMന് കഴിയില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ പാർട്ടി തലത്തിൽ നടപടി സ്വീകരിക്കാൻ CPM നിർബന്ധിതരാകും. അത് മുഖം രക്ഷിക്കാനുള്ള നടപടിയായിരിക്കും എന്ന കാര്യത്തിലും തർക്കമില്ല. എന്തായാലും CPM പ്രതിരോധത്തിലായിരിക്കുന്നു. ഇനി കേന്ദ്ര ഏജൻസികൾ കൂടി അന്വേഷണം നടത്തുമ്പോൾ ഏത് രൂപത്തിലായിരിക്കും ആ അന്വേഷണത്തിന്റെ ദിശ മുന്നോട്ട് പോകുക എന്നതാണ് കണ്ടറിയാനുള്ള ഒരു കാര്യം.